ഉപ്പക്ക് സൗദിയില് സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ സ്വന്തം പറയാണ്, ഞാൻ വരുന്നില്ല. എങ്ങനെ സഹിക്കുന്നു? എന്ത് ചെയ്യാന്, പെട്ടുപോയില്. കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു സംഭവം നടക്കണമെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? വീട്ടിൽ കയറ്റൂ? നിങ്ങൾ നടത്തി കൊടുക്കൂ? സത്യം അറിയാതെ തന്നെ വായില് വീണ പോലെ തോന്നുന്നു. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഓക്കെ, ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെക്കാനുണ്ട്, നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന പഴയ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന നൂറ വന്ന സമയത്ത് ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് ഈ പറയുന്ന ആദില നൂറയുടെ ഫാമിലിയുടെ കാര്യം സംസാരിച്ചു. അതൊരു വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. ലാലേട്ട സാറ്റർഡേ വന്നിട്ട് പൊരിച്ചടക്കി. ഇന്നലെ ജയിലിൽ കിടന്ന സമയത്താണെങ്കിൽ പോലും അനീഷ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഈ ഒരു വീട്ടിൽ വരുന്നത് അതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണെന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ മക്കള് ഈ പറയുന്ന ആതിരയാണെങ്കിലും നൂറയാണെങ്കിലും, ആതിര ഓക്കെ, ഇവര് പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉപ്പനെ കണ്ടടിക്കും, ഉമ്മനെ കണ്ട കാരണം എടുത്ത് പൊട്ടിക്കും. ഇതൊക്കെയാണ് ഇവളുമാരുടെ സംസാരം കാര്യങ്ങളൊക്കെ പുറത്തെ ബ്ലോഗ്. ഈ ഷോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരുപാട് സെന്റിമെന്റ്സ് കാര്യങ്ങൾ വർക്കൗട്ടൊക്കെ ആയതാണ്. ജനങ്ങളെ കോരിത്തരിച്ചങ്ങ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളെയൊക്കെ നമ്മളൊക്കെ വീട്ടിൽ കയറ്റാന്നുള്ള രീതിയിൽ നമ്മളും പറഞ്ഞു. വീട്ടിൽ കെട്ടുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കയറ്റുവോ കയറ്റാതിരിക്കുവോ? റിയാസ് സലീം വന്ന് അങ്ങോട്ട് പോയതിന് ശേഷം ആദിലയുടെ തനി സ്വഭാവം പുറത്തു വന്നു. നമ്മൾ പണ്ട് വ്ലോഗിൽ കണ്ട അതേ ആദില, ആ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നൂറയുടെ കാര്യം എനിക്ക് അറിയാം, കച്ചറ തന്നെയാണ്. നൂറ പാവത്തിനെ പോലെ ഇരുന്നാലും പൊട്ടിക്കേണ്ട അടുത്ത് പൊട്ടിക്കും. ഇടയ്ക്കൊന്ന് നമ്മുടെ അപ്പാണി ശരത്തിനെ ഒന്ന് പൊട്ടിച്ചപ്പോൾ നൂറ മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നെഗറ്റീവ് അടിക്കുന്നത്. അത് വേറെ കാര്യങ്ങൾ. നമ്മൾ അന്ന് നിന്ന് ഒരുപോലെയൊക്കെ നിന്നതാണ്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉപ്പാനെ കുറിച്ച് നമ്മുടെ കഥാനായിക പറയുന്ന ഒരു വീഡിയോ വെച്ച് തരാം. ഉപ്പക്ക് സൗദിയിലെ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് എൻ്റെ പേര് നട്ടേക്കുന്നത്. പുള്ളി അല്ലേ 3 അബോഷൻ എൻ്റെ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയുക, ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയല്ലോ, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇവർ നിലത്തും തൊടിക്കില്ല, തലയിൽ വെക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നെ ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു. പക്ഷേ ഉപ്പയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ. ഇപ്പോൾ ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും, ഉപ്പ ഞാൻ തോറ്റ്, എന്താണ് എനിക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ പറയും അത് കുഴപ്പമില്ല നമ്മളെ, അത് പ്രശ്നമല്ല, ഞാൻ അടുത്തോടെ പഠിക്കണം, പഠിച്ചിരിക്കണം. ഉപ്പൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, രാധ തന്നെ കല്യാണം പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടുന്നേക്കാളും. പിന്നെ പോയി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആകുന്നപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു. പക്ഷേ ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഓൾ ആക്സെപ്റ്റ് ചെയ്യരുത്, ഓളെന്താണ് വൃത്തിയായിട്ട് ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഉപ്പനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പയും ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേറൊരു ലോകത്തായി ഉപ്പനെ കുറേ എതിർത്തിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എത്ര മനോഹരമായിട്ട് ആ ഒരു മകള് പറഞ്ഞേക്കുന്നത്. അതേ മോള് തന്നെ നേരത്തെ ഈ അച്ഛനെ അമ്മയെ പച്ചയ്ക്ക് ആട്ടിയതാ. പൂര തെറി വിളിച്ച ടീംസുകളാണ്. കർണക്കുട്ടിക്ക് അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണാണ് ഈ നൂറയാണെങ്കിലും ആദിലാണെങ്കിലും പരസ്പരം അവരിപ്പോൾ വന്നിട്ട് ഈ ഒരു ഷോയില്ല. കാരണം വീട്ടമ്മമാരെ ഇതിനകത്ത് ഓരോ ദിവസം നിൽക്കുന്നതിന് ഇത്ര രൂപ പേയ്മെന്റ് ആണ്. പൈസയുടെ മുന്നിലാണ്, കോടികൾ മുന്നിൽ നിന്ന ഓക്കെ ഒരു 10,000 കോടി നിനക്ക് തരാം, നീ ഇവനെ തള്ളിക്കളയെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്ന കുറേ ആൾക്കാരുണ്ട്. 90% കളയുന്ന ആൾക്കാരുണ്ട്. 10% അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം. നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അതുപോലെ കൂട്ടിയാൽ മതി ഇവറ്റകളെയും. ഞാൻ അങ്ങനെ കൂട്ടുന്നുള്ളൂ. ഈ അടുത്ത ഓരോ കാര്യങ്ങൾ വന്നു, ഞാൻ പഴയ വീഡിയോസൊക്കെ രാത്രി ടൈം കിട്ടുമ്പോൾ ആദില നൂറയുടെ വീഡിയോ ഇരുന്ന് കാണും ഇപ്പോഴാണെങ്കിലും. കാരണം ഓരോ പോയിന്റ് ആണെങ്കിൽ പുലിവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവര് തമ്മിൽ പ്രേമത്തിലായതിനു ശേഷം ഉമ്മ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കുട്ടീനെ, നൂറക്കുട്ടീനെ. അതൊന്ന് വെച്ചാൽ ഞാൻ സ്വന്തം പറയാണ്, ഞാൻ വരുന്നില്ല. ഇവരാരും എനിക്ക് ഒന്നും തന്നിട്ടൊന്നുമല്ല, ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല, ഇവരാരും എനിക്കൊന്നും തന്നിട്ടില്ലെന്ന്. ഇവിടെ തന്നെ അറിയാലോ, BB ഹൗസിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എക്സാമിന് തോറ്റാൽ പോലും കുഴപ്പമില്ല, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആ ഉപ്പ വന്ന് പറഞ്ഞപ്പം ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി ഓക്കെ ആത്മാർത്ഥ സ്നേഹവും കാര്യങ്ങളും ആണല്ലേ. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇപ്പം ഇന്നത്തെ പ്രൊമോ കണ്ടില്ലേ, എന്ത് ചെയ്യാനാലാലേട്ടാ വെട്ടുപോയെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ തിരിച്ച് നമുക്ക് എന്താ പറയണ്ടേ, ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയാം, അങ്ങനെ ഉണ്ടാവൂ. കാരണം എത്ര തലകുത്തിയിരുന്ന് പ്രേമിച്ചില്ല, ഭയങ്കര സ്നേഹം കാണിച്ചില്ല, ഓവർ സ്നേഹം മാറി കൊടുത്താലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വെറുപ്പായിട്ടേ തോന്നത്തുള്ളൂ. കുറെ കഴിയുമ്പോൾ അവരവരുടെ തന്നിഷ്ടം അവരുടെ രീതി പോവും. ഓക്കെ, സ്നേഹിക്കാൻ എന്തിനും നമ്മൾ പറയുന്ന കേൾക്കാനും കൊഞ്ചാനും ഒരുത്തനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ആവാം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു 90-95% ആൾക്കാരുണ്ട്. അതുപോലെ ആയിട്ട് ഇവിടെ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. കാരണം ഞാൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതല്ല, ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളടുത്ത് ഇപ്പൊ അത് പറയാന് സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല. അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാവും.
നമ്മളിവിടെ ഇവിടേക്ക് ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല. ഇവളെടുത്ത് ഇവക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ. അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ കൂടെ വരുന്നില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്താ, നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചു വെക്കുന്നത് സംസാരിക്കാം. ഓള് ഇവിടെ തന്നെ ഉണ്ട് 2 ദിവസം. അതിന്റെ ഒരു അഡൾട്ടായ ആൾക്കാർ, അവർക്ക് ജോലി ചെയ്യാം, അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ്. രണ്ടുപേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായമുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവുള്ള ആൾക്കാരാണ്. സൗദിയിലാണോ കമ്പനിക്കാരായിട്ട്? നാട്ടിൽ വന്നീ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊന്നും ഞാൻ കാണില്ല, നീ വന്നില്ലല്ലോ. അപ്പൊ ഇനി വന്നാൽ ഞാൻ കാണില്ല, വന്നീട്ട് കണ്ടിട്ടില്ലാണ്. ഈ മലയോടത്തെ വീട്ടിൽ നീ വന്നിട്ട് സൗദിയിൽ വെച്ച് പഠിച്ച് അങ്ങനെ കമ്പനിയാണ്. പിന്നെ അന്നേരം നീ അങ്ങനെ ആളെത്തിയ പോലെ കൂട്ടാൻ നീ അങ്ങനെ എത്തിയത്. ഓക്കെ, സൗദി വെച്ച് പഠിച്ച് കമ്പനി ആയെന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ആ വീട്ടുകാരുടെ നിപ്പൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നും. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി അവര് ശരി, ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കി ഇവര് ശരി. ഇപ്പൊ നമ്മുടെ നാട്ടുകാരായിട്ട് പറയുന്നുണ്ട് LED TV ഒക്കെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവരവരാണ് ശരി. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പാണോ BB ഷോയിലാണെങ്കിലും പുറത്താണെങ്കിലും ഇവരുടെ ബ്ലോഗിലാണെങ്കിൽ പോലും സംസാരിക്കുന്ന രീതിയാണെങ്കിൽ പോലും ഒരുമാതിരി വൃത്തിയായിട്ട സംസാരവും കാര്യങ്ങളൊക്കെ. അതിലായിട്ട് തനി സ്വഭാവമാണ് ആ ഷോയ്ക്കകത്ത് നമ്മൾ കണ്ടത്, വൃത്തിയായിട്ട സ്വഭാവം. നൂറെ ഒട്ടും മോശമൊന്നും അല്ല, കലവില 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 കല എന്നുള്ള രീതിയില്ല. പിന്നെ ഈ ഇടയ്ക്ക് മാങ്ങാണ്ട് ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ, ഡബിൾ മീനിങ്ങിന്റെ ഒക്കെ ഉസ്താദ് ടീമുകളൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ നമുക്ക് ഓരോ വ്യക്തികൾ ഈ കാണുന്നവരൊന്നും അല്ല ഇവര്. ഇതിനേക്കാളും ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ പല വീഡിയോയിലൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം എന്നെ എല്ലാവരും തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി കൂടെ കാണാം. തേടി വന്ന് അവസാനം എന്താണ്, ഇപ്പൊ കുഴപ്പമില്ല, 5-6 വർഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിലാണ്. പിന്നെ ഒരു ഷോയിൽ വന്ന് നമുക്ക് കുറച്ച് ദിവസം തന്നെ കാണുമ്പോൾ തന്നെ ഓരോരുത്തരുടെ രീതി മനസ്സിലാക്കാൻ പറ്റും. രണ്ടും കൂടെ വഴക്കും ഉണ്ട്, അതും ഉണ്ട്, ഇടിയുണ്ട്. ഓക്കെ, വീടും കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ അതിലെ കുറേ മാറാനിരിക്കുന്നുണ്ട്, കുറേ കൂടെ മെച്ചൂർഡാവാനിരിപ്പുണ്ട്. ഇതിപ്പം നാട്ടുകാർ ഈ ഉപ്പാൻ്റെ ഉമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ. കാരണം ഇവരുടെ സ്വഭാവം ഈ രീതിയൊക്കെ കാണുമ്പോൾ ഇവളുമാരാ ഒട്ടും അങ്ങനെ ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദ്യം വരും. ആ റിയാസ് വന്നതിന് ശേഷം ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഇപ്പം ആൾക്കാർ ചിന്തിച്ചു കാണും. എന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറിനോട് സംസാരിച്ചു. നൂറ് പറഞ്ഞു പോവില്ല, നൂറൊക്കെ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞു. പിന്നെ നൂറിൻ്റെ ഉമ്മ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവർ വന്നു. അവരെന്നിട്ട് പറഞ്ഞു നൂറിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് അവളെ കോർട്ടിൽ ഹാജരാക്കട്ടെ, അവൾ പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ചു, ഉമ്മ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ അവളുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു. ഇവർ ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയുടെ അത്ര എന്താ ഫാമിലിയുടെ സപ്പോർട്ടോടെ ഉണ്ട്. അങ്ങനെ നൂറാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളുടെ ഉമ്മ വന്നു. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു, അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പോയാൽ പിന്നെ അവളെ ഞാൻ കാണുമല്ലോ എന്ന് അറിയത്തില്ല. അവളുടെ വീട്ടുകാർ അത്ര ക്രൂവലാണ്, റിച്ചാണ് അവര്, അതിൻ്റേതായിട്ടുള്ള ഗുണ്ടകളെ വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എൻ്റെ ബാപ്പ വരെ എൻ്റെ ബാപ്പാനെ വരെ ഒരു ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അത് പിന്നെ എല്ലാ വീട്ടുകാരും അങ്ങനെയാണ്. മോളെ പ്രണയത്തിന് അമ്മ കൂടെ നിൽക്കുക, അച്ഛൻ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. നൈസായിട്ട് പിന്നെ കാല് വരികയും ചെയ്യും. അത് പിന്നെ എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളൊക്കെ ചെന്നാൽ നീയൊക്കെ വണ്ടികളായതുകൊണ്ട് പിന്നെ അതിൽ പോയി പെടുകയും ചെയ്തു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ ആലോചിക്കുന്നു ആ ഉപ്പയും ഉമ്മയൊക്കെ കുറെ ശരിയാണെന്നുള്ള രീതിയിലാണ്. എന്തായാലും അവർ തട്ടിക്കൊണ്ടുപോയി ഒരാണായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ പെണ്ണിൻ്റെ അവസ്ഥ, അപ്പോൾ ആണുങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. തൊട്ടാ പീഡനം, ഒരു 10 സെക്കൻഡ് നോക്കിയാ പീഡനം, അതാണ് ഇപ്പോഴത്തെ കാലം. ബാക്കിയും കൂടെ കേൾക്കാം. വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ എന്നെയും കൊല്ലുമെന്ന് എൻ്റെ വാപ്പാക്ക് ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫാമിലി. അപ്പോൾ അങ്ങനെ ആ പെറ്റീഷൻ കൊണ്ട് നൂറിൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. നൂറിൻ്റെ ഉമ്മ, അനീത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. നൂറിൻ്റെ ഉമ്മ അനീത്തിയും കൂടെ ഞാനും നൂറയും കൂടി ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു. എൻ്റെ വാപ്പയും കൂടെ കയറി വന്നു. എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നൂറയായിരുന്നു, എൻ്റെ വാപ്പയായിരുന്നു. എന്നിട്ട് എൻ്റെ വാപ്പാനോട് നൂറിൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു, കാക്കു അവളൊന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട്, അതായത് എന്നെ പിടിക്കാൻ. ഓ, പിടിക്കാനാ, പിടിച്ചിട്ട് എന്തോ കൊണ്ടുപോകാനായിരിക്കും, എന്തെങ്കിലും ആട്ടെ.
അവർക്ക് അവരുടെ മോളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷം വളർത്തി ഒരു കൊച്ച് അതും ഇന്നൊരു പെണ്ണിൻ്റെ കൂടെ ഇറങ്ങി പോകാന്നൊക്കെ പറയുമ്പോൾ അവർക്കൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അറിയാമല്ലോ, ചില ആൾക്കാരൊക്കെ നാട്ടിൽ ഭയങ്കര പ്രമാണികളായിരിക്കും. ഇപ്പം മക്കൾ ഒരാളൊരു തലതെറിച്ചാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാമ്പിൾ ഇതിപ്പോൾ കാണുന്ന എൻ്റെ നാട്ടുകാരൊക്കെ തന്നെ വിചാരിക്കും ഒട്ടും മോശമല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ ഞാനൊരു മാന്യമായിട്ട് സംസാരിച്ച് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.